പാളക്കറിയിലേക്ക് എന്തൊക്കെ വേണ്ടേന്ന് നോക്കിയാലോ? അമ്മ എന്തൊക്കെ വേണ്ടേലേക്ക്? അതിലേക്ക് ഒരു പിടി ഉള്ളി, ഓക്കെ. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഓക്കെ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഓക്കെ. പിന്നെ എനിക്ക് കൊടപ്പുളി വേണം, വേപ്പില വേണം, പിന്നെ പൊടികളൊക്കെ വേണം. അത് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവപ്പൊടി. ഓക്കെ. അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് മിക്സിയിൽ ഇടണം. ഇതൊക്കെ കൂടി ഈ ഇഞ്ചി, വെളുത്തുള്ളി, വെളുത്തുള്ളി, ഈ പൊടികളെല്ലാം കൂടി മിക്സിയിലിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരക്കണം. പേസ്റ്റ് ആക്കി അരക്കാം. ഓക്കെ. അപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള കേട്ടോ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മള് ചട്ടിയിലാണ് നമ്മള് ഈ മീൻകറി ഉണ്ടാക്കാൻ പോണത്. ഞങ്ങൾ ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ചട്ടിയിൽ വെക്കണ ഒരു കറികൾക്കൊക്കെ പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് വൈകിപ്പിക്കണ്ട, വേഗം തന്നെ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഇനി നമ്മള് ആ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇടാം കേട്ടോ. ഇനി അമ്മ പറഞ്ഞു, ഇത് അരച്ച് വെച്ച പേസ്റ്റ് ഇതിലിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിക്കണം. ഇത് സത്യം പറഞ്ഞ നമുക്ക് വേഗം ഉണ്ടാക്കാം കേട്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇങ്ങനെ അത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടൊക്കെ വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. എനിക്കിഷ്ടമായി ആ സ്മെല്ല്. എനിക്ക് ചില സ്മെല്ലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ സ്മെല്ല് എനിക്കിഷ്ടമായി. ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം കൂടിയിട്ടുള്ളൊരു ബ്ലൻഡ് ചെയ്തിട്ടുള്ളൊരു സ്മെല്ലാണ് വരുന്നത്. ചെറിയൊരു കളർ വ്യത്യാസം വരും കേട്ടോ. ഈ ചെറിയ കളർ വ്യത്യാസം വരുമ്പോൾ നമ്മളതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. ആ മിക്സി കഴുകിയുള്ള, അതായത് നമ്മള് മിക്സിയിൽ തന്നെ നമ്മൾ അരച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അതിന് നമ്മളിലേക്ക് ഒഴിക്കേണ്ടതുണ്ടാവും. ഇതിലേക്ക് നമ്മൾ കുടംപുളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ കുടംപുളി എന്താ പറയാന്ന് പറഞ്ഞോണ്ടാ. നിങ്ങൾ മറക്കാതെ ഉപ്പ് ചേർത്തോണ്ട്ടെ ഈ ടൈമിൽ തന്നെ. മീൻകറി നന്നായിട്ട് തിളക്കണുണ്ട് കേട്ടോ. പക്ഷെ നന്നായിട്ട് വെട്ടി തിളക്കണം. അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് പുളിയൊക്കെ നോക്കാം. ഞങ്ങൾ പുളി നോക്കാണ് ഇപ്പൊ. എന്തെങ്കിലും പുളിയൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഐറ്റം നമ്മുടെ മത്തി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് വേവണ വരെ, മീൻ വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എത്ര ടൈം എടുക്കും നമുക്ക് നോക്കാം. മീൻ വേഗം വേവണ കാരണം നമുക്ക് പിന്നെ അത്ര ടൈമൊന്നും വേണ്ടി വരില്ല. ഒരു 10 മിനിറ്റ് വേണ്ടി വരുള്ളൂ അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് ഈ മീൻകറിയില് എന്താ പറയാ, കളറ് പോരാ. ചിലവർക്ക് കളറ് നോക്കി ചിലവർക്ക് ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമായിരിക്കും. നല്ല കളറുള്ള ഫുഡുകൾ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. അതായത് ആ റെഡ്നെസ് വേണമെന്ന് തോന്നിക്കുന്നവർക്ക് വേണമെങ്കിൽ കുറച്ച് നമുക്ക് എന്താണ് കാശ്മീരി ചില്ലി നമുക്ക് പൗഡർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആഡ് ചെയ്യണില്ല. ഇപ്പൊ ഇത്ര തന്നെ ഉള്ളൂ. നമുക്ക് ഈ കളറൊക്കെ മതി. ഒരു ഓറഞ്ച് കളറാണ് ഇഷ്ടം. ചിലർക്ക് നല്ല റെഡ് കളറായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് ആഡ് ചെയ്യാം കേട്ടോ. അതും ടേസ്റ്റിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ സിമ്മിലാട്ടേക്കണത്. അപ്പൊ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ? ഇനിയിപ്പോ കുറച്ച് വേപ്പിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കി വെക്കാം. അപ്പൊ മീൻകറി റെഡിയായി. സിമ്പിൾ ആണ്. പച്ച വെളിച്ചെണ്ണ ആണല്ലോ ഒഴിക്കണത് ഇതിലേക്ക്. ഓക്കെ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? ഇളക്കോ? ഓക്കെ. നമ്മുടെ മീൻകറി റെഡി ആയിട്ടാ.